ചെമ്പകശ്ശേരി തറവാട്ടിലേക്ക് പോകുന്ന വഴി ഏതാ? അത് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു വളമുണ്ട്. അത് കഴിഞ്ഞ് വലത്തെ സൈഡിൽ 3ാമത്തെ വീടാ. അല്ല, അവിടെ ആരെ കാണാനാ? അതെ, കാര്യങ്ങൾ ചോദിച്ചേക്കാം. അവരെ നന്നായിട്ട് അറിയാവുന്ന ആളാണെന്ന് തോന്നുന്നു. ഞങ്ങള് ഒരു കല്യാണാലോചനയുമായിട്ട് ഇറങ്ങിയതാ. അതെ, അവിടെ പഞ്ചായത്ത് ഓഫീസിൽ ജോലിയുള്ള ഒരു കുട്ടിയുണ്ടല്ലോ. മറ്റേ സീത. സീതയ്ക്കാണോ ആലോചന? കൊള്ളാം. അതെന്താ ഒരു തൃപ്തി വരാത്ത പോലെ? അയ്യോ, തൃപ്തി വരേണ്ടത് എനിക്കല്ലല്ലോ, കെട്ടാൻ പോകുന്ന പയ്യനും ബന്ധുക്കൾക്കും ഒക്കെ അല്ലേ. പിന്നെ ചെമ്പകശ്ശേരിയിലെ സീതയുടെ സ്വഭാവം അത് പേരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അത്രയ്ക്ക് പേരെടുത്ത് കഴിഞ്ഞു. പിന്നെ പറയാതെ തന്നെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പോംവഴിയുണ്ട്. പെട്ടെന്ന് കേട്ട് നടത്തിയാൽ മതി. അപ്പോ അനുഭവിച്ചറിയാൻ കാര്യങ്ങൾ. ഇതിനു മുമ്പുണ്ടല്ലോ ആ കൊച്ചിന് 1000 ആലോചനകൾ വന്നതാ. കൂട്ടത്തിൽ നിശ്ചയം വരെ എത്തിയ ബന്ധങ്ങളും ഉണ്ട്. എല്ലാം ആലമ്പിപ്പോയി. എന്ന് വെച്ച് ഇനിയിപ്പോ എത്രയൊക്കെ മറച്ചു വെച്ചാലും ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ ഉള്ളതുപോലെ പറയാൻ. ആ പെങ്കൊച്ചിന്റെ സ്വഭാവം വിളിച്ചു പറയാനേ. എന്ന് വെച്ച് എന്റെ വാക്ക് മാത്രം കണക്കിലെടുക്കരുത്. നാട്ടുകാരാകുമ്പോ കൂട്ടത്തിൽ അസൂയക്കാരും ഉണ്ടാവുമല്ലോ. ഇനിയിപ്പം അങ്ങനെ പറഞ്ഞതാണെന്ന് വല്ല തോന്നലും ഉണ്ടെങ്കിൽ വിശദമായിട്ട് നിങ്ങൾ പോയെന്ന് അന്വേഷിക്കുക. ഏതായാലും ഇറങ്ങി പുറപ്പെട്ടതല്ലേ, ചിലപ്പോ പെട്രോൾ കാശെങ്കിലും ലാഭിച്ചാലോ. നീ വന്ന് വണ്ടി കയറ്. ആ, വണ്ടി തിരിക്കുക.